നോക്കി ഫ്രണ്ട്സ്, കണ്ടില്ലേ? എന്റെ പൊന്നു ഫ്രണ്ട്സ്, നോക്കി നമുക്ക് അടിപൊളി വലിയ മീൻ കിട്ടിണ്ടാ. കണ്ടില്ലേ? കിട്ടില്ല. നമ്മ കൊറേ നേരമായിട്ട് നമ്മ ചൂണ്ടിട്ട് മീനെ പിടിക്കാൻ കിട്ടും. നമ്മുടെ ഇര തീരാന്നല്ലാതെ ഒരു പൂട്ടിക്കുഞ്ഞിനെ പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ നമ്മ എന്തുട്ടാ ചെയ്യനി? നമുക്കൊരു കാര്യം ചെയ്താല, നമുക്ക് ഒരേ സമയത്ത് തന്നെ കുറെ മീനെ കിട്ടുന്ന രീതിയിൽ ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയാല. അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പൊ നമ്മുടെ ഈ കൊതുക് വലയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ബ്ലാക്ക് PVC പൈപ്പും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമുക്ക് സെറ്റ് ആക്കി തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഈ ബ്ലാക്ക് PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ വല ഫിറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രെയിം സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ നമ്മ പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൽബോ ഉണ്ട് യൂസ് ചെയ്യണം. അപ്പൊ എൽബോ നമുക്ക് ഇവിടെ കുറച്ച് സൂപ്പറുകൾ ഒഴിച്ചിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ഫ്രെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ട്രാപ്പ് ഉണ്ടാക്കാൻ പോണേ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫിഷ് ട്രാപ്പിനുള്ള ഫ്രെയിം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വല ഫിക്സ് ആക്കിയിട്ട് ബാക്കി പണി ചെയ്യാം. ഞാൻ കുറച്ച് വലിച്ചോ. അപ്പൊ നമ്മ ഈ കട്ട ഊപ്പിര് നമ്മുടെ ഈ നെറ്റിന് ഈ ഭാഗത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കൂട്ടോ. അതിൽ കൂടി നമ്മുടെ മീൻ കിടക്കണേ. അപ്പൊ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേ നമ്മ മീനെ പിടിക്കാനുള്ള ഏരിയകളൊക്കെ നമ്മൾ തൂക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യറ് കെട്ടിയിട്ട് നമ്മ പുഴയിലേക്ക് ഇറക്കാൻ പോണ്ടോ. അപ്പൊ നമ്മുടെ ഫിഷ് ട്രാപ്പിന് പണി ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുഴയിലേക്ക് ഇറക്കാൻ പോകണം. നമുക്ക് കൊള്ളാം. അപ്പൊ നമ്മുടെ ഫിഷ് ട്രാപ്പ് നമ്മ പുഴയിലേക്ക് ഇറക്കാൻ പോകണ്ട. അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ടില്ല ഇറക്കണേ. നമ്മുടെ പുഴയുടെ നടുവിലായിട്ട് നമ്മൾ ഇറക്കണേ. ആർക്കോ മൂളിട്ട നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് പുഴയിലേക്ക് കുറച്ച് സമയത്തിലേക്കും രാത്രി തുടങ്ങിട്ടാ. അപ്പൊ ഈ നമുക്ക് നാളെ കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് നമ്മൾ പുഴയിൽ ഇറക്കിയിട്ടുണ്ടായിട്ട്. അപ്പൊ നമ്മള് മീനെ പിടിക്കാനുള്ള സംഭവം ഇറക്കിയിട്ട് അപ്പൊ നമ്മ ഇന്ന് വന്നിട്ട് സംഭവം പൊക്കാൻ പോണ്ട്. അപ്പൊ എത്ര മീനെ കിട്ടിയെന്ന് നമുക്കറിയൂല. നമ്മ പൊക്കി നോക്കിയിട്ട് സംഭവം കാണാൻ പോട്ടെ എങ്ങനെ എന്തൊക്കെ മീന് എത്രയൊക്കെ മീനെ കിട്ടിയെന്ന്. പുറത്തെടുക്കണുണ്ടാ. അപ്പൊ എന്തൊക്കെ എത്ര മീനുണ്ട് നമുക്കറിയില്ല. നമുക്ക് കണ്ടറിയാട്ടാ. അപ്പൊ നമ്മുടെ ഫിഷ് ട്രാപ്പ് നമ്മ പുഴയിൽ കയറ്റിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാര് കിട്ടിയുണ്ടോ നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഫിഷ് ട്രാപ്പിന് കുറെ മീൻ കിട്ടുന്നുണ്ടാ. കല്ലാത്തിന് പറക്കി കൊടുക്കടാ. എവിടെയില്ല ഫ്രണ്ട്സ്, കണ്ടാ നമുക്ക് കുറെ മീനെ കിട്ടുന്നുണ്ടാ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നല്ല വലിയ മീനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അവിടെ ഫിഷ് ട്രാപ്പ് ചെയ്താലും നല്ല അടിപൊളി മീൻ പിടിക്കുന്നുണ്ടാ. നമുക്ക് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കുറെ. ഓക്കെ, കണ്ടില്ലേ? കുറെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഓക്കെ ഫ്രണ്ട്സ്, കണ്ടില്ലേ? നമുക്ക് അടിപൊളിയായിട്ട് മീനും കുറെ കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു ഫ്രണ്ട്സ്, നോക്കി നമുക്ക് അടിപൊളി വലിയ മീൻ കിട്ടിയിട്ടാ. കണ്ടില്ലേ? കുറെ മീൻ
നോക്കി ഫ്രണ്ട്സ്, കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ മീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും സംഭവിച്ചെന്ന് നിങ്ങൾ കാണിച്ചു തരാട്ടാ. അപ്പത്തേ നമ്മുടെ ഈ നെറ്റൊക്കെ കയറി പറഞ്ഞപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി തോന്നുന്നു വെച്ചാല് അതിനുള്ളൊരു ഒറ്റ മീൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു മീൻ കടയിൽ നിന്ന് മീനെ വാങ്ങിച്ചിട്ടാ, അതും കടൽ മീൻ. അങ്ങനെ കടൽ മീനെയും കൊണ്ട് നമ്മുടെ ഈ ഫിഷ് ട്രാപ്പിൽ കിടാൻ പോയിട്ടാ. ആരും കാണാണ്ട് നമ്മുടെ മീൻ പിടുത്തം കാണാൻ വന്നവര് കന്തം വിട്ടു പോയിട്ടാ. പുഴയിന്ന് എങ്ങനെ കടൽ മീൻ കിട്ടുന്നേ നമുക്കല്ലേ സത്യം അറിയുള്ളൂ ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മ കാണിച്ച കള്ളത്തരം ഇതുണ്ടാ. നമ്മുടെ ഈ ഫിഷ് ട്രാപ്പ് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും നമ്മ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഇതില് ചെയ്യാനും ഉണ്ടാക്കാനും പിന്നെ പുഴയിലൊക്കെ ഇറക്കാൻ ഭയങ്കര പണിയിരുന്നിട്ടാ. അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.